സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇന്ത്യയും യുകെയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുകെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത് വലിയ ചരിത്രപരമെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് യുകെയിൽ വലിയ വിപണി തുറന്നു നൽകുന്നതാണ് കരാർ. ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് എന്നും ഇന്ത്യ യുകെ ബന്ധത്തിൽ ചരിത്രപരമായ ദിവസമാണ് ഇന്നത്തേതെന്നുമെന്നാണ് കരാർ ഒപ്പുവച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം ആദ്യം. भारत के युवाओं, किसानों, मछुआरों और एमएसएमई सेक्टर के लिए यह समझौता विशेष रूप से लाभकारी सिद्ध होगा। वहीं दूसरी ओर भारत के लोगों और इंडस्ट्री के लिए यूके में बने प्रोडक्ट्स जैसे मेडिकल डिवाइसेस और एरोस्पेस पार्ट सुलभ और किफायती दरों पर उपलब्ध हो सकेंगे. എന്താണ് ആ വ്യാപാര കരാർ എന്നും കരാറിലെ വ്യവസ്ഥകൾ എന്താണ് എന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഒരു ഗ്രാഫിക് പ്രസന്റേഷനാണ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. നിർണായകമായ അല്ലെങ്കിൽ ഇന്ത്യക്ക് വാണിജ്യപരമായി വലിയ മെച്ചമുണ്ടാക്കുന്ന വ്യാപാര കരാറിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുകെ പ്രധാനമന്ത്രിയെ ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യ യുകെ വ്യാപാര കരാറാണ് സാധ്യമാകുന്നത് ഇതിലൂടെ. 3 വർഷം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ്, അതായത് വളരെ പെട്ടെന്നുണ്ടായ ഒരു കരാറല്ല, അതിനുവേണ്ടി കാലങ്ങളായി വലിയ രീതിയിലുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 വർഷം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഒടുവിൽ ഇന്ത്യയും യുകെയും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക്, യുകെയിലേക്കുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഊർജം പകരുന്ന വാണിജ്യ വ്യാപാര കരാറിനാണ് ഇന്നിപ്പോൾ ഒരു സാധ്യമായിരിക്കുന്നത്, അതിൽ ഒപ്പുവച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ കരാർ പ്രകാരം തീരുവ ഒഴിവാകുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കാം. ഏതൊക്കെയാണ് ആ ഉൽപ്പന്നങ്ങൾ എന്ന് നോക്കിയാൽ അതിൽ പ്രധാനപ്പെട്ടത് സമുദ്രോൽപ്പന്നങ്ങൾ തന്നെയാണ്. ഒപ്പം കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനം, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുകെയിലെ തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോൺ, പാവകൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ രത്നങ്ങൾ, ആഭരണങ്ങൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ്. മരുന്നുകൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾക്കും തീരുവ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കരാറിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല കേരളത്തിനും ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. പാക്കറ്റ് ഫുഡിന്, അതായത് കേരളത്തിൽ നിന്നടക്കം കയറ്റുമതി ചെയ്യുന്ന, വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന പാക്കറ്റ് ഭക്ഷണത്തിന്റെ തീരുവ അത് 12% ആ തീരുവ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റെന്തൊക്കെയാണ് മറ്റ് തീരുമാനങ്ങൾ? തുണിത്തരങ്ങൾക്ക് 12% തീരുവയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അവിടെ യുകെയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 12% തീരുവ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി കെമിക്കലുകളുടെ 8% തീരുവയും പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കരാറിലുള്ളത്. ഇനി യുകെ ഉൽപ്പന്നങ്ങൾക്ക് ഇനി നോക്കാം. ഇവിടെ നിന്നുള്ള കയറ്റുമതിക്ക് ഈ രീതിയിലുള്ള തീരുവ പിൻവലിച്ചുവെങ്കിൽ യുകെയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ 3% കുറയുകയാണ് എന്നതുകൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ യുകെ ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ അതിൽ പക്ഷെ ക്ഷീരോൽപ്പന്നങ്ങളും എണ്ണ, ആപ്പിൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ പക്ഷേ തീരുവയിൽ ഇളവില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ രീതിയിൽ ഇത് ഗുണം ചെയ്യുമെന്ന് നോക്കിയാൽ സോഫ്റ്റ്വെയർ തീരുവ കുറച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ തീരുവ കുറച്ചത് അത് IT മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഇനി മറ്റേതൊക്കെ മേഖലകൾക്കാണ് ഗുണം ചെയ്യുകയെന്ന് നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് യുകെയിൽ നിന്നുള്ള 6 സർവകലാശാലകൾക്ക് ക്യാമ്പസ് തുടങ്ങാനുള്ള അനുമതി കൂടി ഈ കരാറിലൂടെ സാധ്യമാവുകയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ വളർച്ചയുണ്ടാക്കുന്നതും ഇവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് ഗുണം ചെയ്യുന്നതുമായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകരുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ഡിഗ്രികൾക്കും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾക്കും യുകെയിൽ അംഗീകാരം ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ തുടർ പഠനം നടത്താനും അതുപോലെ തന്നെ ജോലി സമ്പാദിക്കാനും ഒക്കെ ഈ തീരുമാനം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഇനി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുമായി, യുകെയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് പഠിക്കാനും ആ യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യാനുമുള്ള അവസരം കൂടി സാധ്യമാക്കാനുള്ള വഴികൾ കൂടിയുണ്ട് ഈ കരാർ പ്രകാരം. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ കൂടി കാരണമാകും എന്നാണ് വിലയിരുത്തൽ വരുന്നത്. മറ്റ് തീരുമാനങ്ങൾ, വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ യുകെയിലുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ തൊഴിലുടമകൾക്കും അവിടെ യുകെ സർക്കാരിന് നൽകേണ്ട സാമൂഹിക സുരക്ഷാ വിഹിതം ഇനി നൽകേണ്ടതില്ല, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിലൂടെ വലിയ രീതിയിലുള്ള നേട്ടം അവിടെയുള്ള തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഉണ്ടാകും എന്നത് തന്നെയാണ്.
അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ സംരംഭകർക്ക് അവിടെ ബിസിനസ് തുടങ്ങാനുള്ള പ്രൊസീജിയേഴ്സ് അത് കുറച്ചുകൂടി സുതാര്യമാക്കുകയാണ്, എളുപ്പമാക്കുകയാണ്. അപ്പോൾ അതിലൂടെ ബിസിനസ്സുകാർക്ക് കൂടി ഗുണം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കരാർ എന്നുകൂടി വിലയിരുത്തൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വിദഗ്ധന്റെ അഭിപ്രായം കൂടി തേടാം. ഒരുപാട് കാലമെടുത്താണ് ഇങ്ങനെ ഒരു വ്യാപാര കരാർ സാധ്യമായത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം ചരിത്രപരമാണ്, അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും എന്ന് നോക്കാം. മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനുമായ പ്രൊഫസർ ജോസഫ് ആന്റണി തത്സമയം മീഡിയ വണിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഇപ്പോൾ ഈ സാധ്യമാകുന്ന ഈ കരാർ പ്രകാരം അത് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ഗുണപ്രദമായിരിക്കും? നമ്മള് വാർത്തകൾ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിട്ടില്ല. എന്നാലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇന്ത്യക്ക് ഗുണകരമാകുന്ന കരാറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യയും UK തമ്മിൽ വ്യാപാര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ച വാസ്തവത്തിൽ ബ്രിട്ടനാണ് അത് കൂടുതൽ താല്പര്യത്തോടെ മുമ്പോട്ട് വന്നത്. കാരണം അവർ ബ്രിക്സിൽ നിന്നും പുറത്തു പോയതിനു ശേഷം നമ്മളും അവരും തമ്മിലുള്ള വ്യാപാരത്തിലൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യയുമായി മെച്ചപ്പെട്ട ഒരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ലോകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്കറിയാം. ട്രംപിന്റെ ഈ തീരുവ യുദ്ധം നടക്കുന്നത് കൊണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ അത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ രാജ്യങ്ങളെല്ലാം ഈ ഉഭയകക്ഷി വ്യാപാര കരാറുകൾ, പ്രത്യേകിച്ച് സ്വതന്ത്ര വ്യാപാര കരാറുകൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കയുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയും UK തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വ്യാപാര കരാർ വാസ്തവത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയെ നമുക്ക് ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയും UK തമ്മിൽ ഏതാണ്ട് $60 ബില്യൺ വ്യാപാരമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ 16ാമത്തെ വ്യാപാര പങ്കാളിയാണ് രാജ്യം. പക്ഷെ രാജ്യം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക്, നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പല മേഖലകൾക്കും വളരെയധികം ഗുണം ലഭിക്കുമെന്നുള്ള സംശയമില്ല. അതായത് കാർ ഉൽപ്പന്നങ്ങൾ, കാറിന്റെ ഇറക്കുമതി വരാൻ പോകുന്നു. വിമാനത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടുകൾ ഇറക്കുമതി ചെയ്യപ്പെടാൻ പോകുന്നു. സ്കോച്ച് വിസ്കി പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടാൻ പോകുന്നു. ഈ മാതിരിയുള്ള, അതായത് ഇവിടെ നേരത്തെ ഈ തീരുവ മൂലം വലിയ വില നൽകേണ്ടി വന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു. അതോടൊപ്പം നമ്മുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിനുള്ള തീരുവ കുറയ്ക്കുന്നു. അപ്പൊ ആ തരത്തിൽ ഇന്ത്യക്കും ബ്രിട്ടനും ഗുണം ചെയ്യുന്ന, കാരണം ഈ 2 രാജ്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ കരാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. കാരണം ഇന്ത്യക്ക് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പൊ വളരെ വലിയ മാർക്കറ്റ്, ഈ ലോകത്ത് വേറെ എങ്ങും ഇത്രയും വലിയ മാർക്കറ്റ്, ചൈന ഒഴികെ ലോകത്ത് വേറെ എങ്ങും ഇത്രയും വലിയ മാർക്കറ്റ് അവർ സ്വതന്ത്രമായി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മാർക്കറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ലോകമൊട്ടാകെ ഈ താരിഫ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ, സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എത്രത്തോളം ഓരോ രാജ്യങ്ങളിൽ എത്തിക്കാൻ കഴിയും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഈ പറഞ്ഞ കണക്കുള്ള ഒരു തുറന്നു കൊടുത്തിട്ടില്ല. ഡയറി ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അവർ ആഗ്രഹിച്ച പോലെ തുറന്നു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ കാണുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ ഇന്ത്യ ശ്രീലങ്ക കരാർ ഒപ്പിട്ടതോട് കൂടിയിട്ട് നമ്മുടെ തേയില മുതലായ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. ഇവിടെ ആസിയാൻ ഇന്ത്യ കരാർ ഒപ്പിട്ടതിലൂടെ നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരത്തെയുള്ള വ്യാപാര കരാറുകളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവരുത്. കാരണം നമുക്കറിയാം, ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ വാർത്തയിൽ കാണുന്നത് ഈ ഇന്ത്യ UK വ്യാപാര കരാർ ഈ അംഗീകാരത്തിനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്കാണ് പോകുന്നത്. ആ ബ്രിട്ടീഷ് പാർലമെന്റ് ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ ആ കരാറാകത്തുള്ളൂ. നമ്മുടെ ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വേറൊരു രാജ്യവുമായിട്ട് ഏർപ്പെടുന്ന ഒരു കരാറാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗീകാരം ഈ കരാറുകൾക്ക് വേണം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ച് ചർച്ച ചെയ്തിട്ട് വേണം ഇത് അംഗീകരിക്കാൻ എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അത് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് അംഗീകരിച്ചാൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം കൃത്യമായി. കാരണം ഈ ട്രേഡ് അഗ്രിമെന്റുകൾ പലതും അതിന്റെ
ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഈ വളരെ വാസ്തവത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോഴാണ് ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രയോഗിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് MSME-കളാണ്. MSME-കള് ആണ് ഇന്ത്യയിലെ ആകെയുള്ള തൊഴിലിന്റെ 60% തൊഴിൽ നൽകുന്ന മേഖല. അപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ വളരെ വ്യത്യാസമുള്ളത് ഈ വ്യാപാരം, അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അവർ ഈ ഉൽപ്പന്നങ്ങൾ, അതായത് വിമാന വാഹനത്തിന്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും കാർ ഇറക്കുമതി ആണെങ്കിലും ഇങ്ങനെയുള്ളവ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ ഈ MSME പോലെയുള്ള മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുന്നു എന്നതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള സർവകലാശാലകൾക്ക് ഇവിടെ അനുമതി നൽകുകയാണ് ക്യാമ്പസ് തുടങ്ങാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഗ്രികൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും ഒക്കെ UK അംഗീകാരം നൽകുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കടക്കം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതും അവർക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാഹചര്യം ഒക്കെ ഒരുക്കുന്നതിലേക്ക് കൂടി വഴിവെക്കില്ലേ? അല്ല, അത് ഈ വിദേശ സർവകലാശാലകൾ വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ാണ്. അതിന്റെ ഭാഗമായിട്ട് ചില സർവകലാശാലകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡ് പോലെയുള്ള അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പോലെയുള്ള സർവകലാശാലയാണോ, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പോലുള്ള സർവകലാശാലയാണോ വരുന്നത്, അതോ മറ്റ് ഏതെങ്കിലും കുറച്ചുകൂടെ ലെവലിൽ താഴെ നിൽക്കുന്ന സർവകലാശാലയാണോ വരുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് വരുന്ന സർവകലാശാലകൾ ഏതാണെങ്കിലും നമുക്ക് വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഇന്ത്യയിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ അംഗീകാരവും. അപ്പൊ നമ്മള് ഇത്തരം തീരുമാനങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ കുറച്ചുകൂടി, അതായത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെ കണക്കാക്കപ്പെടുന്നതാണ് അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള രാജ്യങ്ങൾ, ജർമ്മൻ യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പൊ ബ്രിട്ടനിൽ നിന്നും ഇത്തരം സർവകലാശാലകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും ആ രീതിയിൽ വലിയ രീതിയിലുള്ള മെച്ചമുണ്ടാക്കുന്നതാണ് ഈ വ്യാപാര കരാർ എന്നാണ് വിദഗ്ധരുടെയും വിലയിരുത്തൽ. വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെയധികം നന്ദി സർ, ഈ നേരം മീഡിയ വണിനൊപ്പം ചേർന്നതിന്, വിലയിരുത്തലിന്. യെസ്, അങ്ങനെ കരാർ കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. എന്തായാലും ചരിത്രപരമായ ദിനമെന്ന് നരേന്ദ്രമോദി വിശേഷിപ്പിക്കുകയാണ്. കരാർ സാധ്യമാകുന്നതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് വലിയ രീതിയിലുള്ള ഉണർവുണ്ടാകും. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് UK-യിൽ വലിയൊരു വിപണി തുറന്നു ലഭിക്കപ്പെടുകയാണ്. അതുപോലെയുള്ള വലിയ തൊഴിലവസരങ്ങൾ കൂടി ഈ കരാറിലൂടെ സൃഷ്ടിക്കപ്പെടും എന്നാണ് വിലയിരുത്തൽ.